വയനാടിൻ്റെ നല്ല ഉൾക്കാടുകളിലൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് ചെല്ലുന്നത്. അതും ഒരു റോഡ് പോലും ഇല്ലാത്ത സ്ഥലത്തിൽ കൂടെ നല്ല പക്ക ഓഫ് റോഡിൽ കിട്ടും. എല്ലാവർക്കും മെൽഡനിക് വ്ളോഗ്സിന്റെ ഓൾ ഇന്ത്യ ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസത്തേക്ക് സ്വാഗതമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന് സ്റ്റേ അടിച്ച റൂമാണ് ഈ റൂം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ഇനി ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ വയനാട് പാലസിനോട് വിട പറയാണ് കേട്ടോ. സ്റ്റേ നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. നമുക്ക് ആ ഒരു പ്രൈസിന് നല്ല അടിപൊളിയായിട്ട് ബഡ്ജറ്റ് ആയിട്ട് തന്നെ നല്ല സ്റ്റേ കിട്ടിയിട്ടുണ്ട്. ഇത്തെ പാർക്കിംഗ് ആയാലും എല്ലാം കൊണ്ടും സേഫ് ആണ്. പാർക്കിംഗ് കണ്ടോ, ഗേറ്റ് ഒക്കെ വെച്ച് നല്ല സെക്യൂർ ആണ്. ഇവിടെ കണ്ടോ റൂംസ്, റെസ്റ്റോറൻറ്റ് ഉണ്ട്. റെസ്റ്റോറൻറ്റ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ തുറക്കും എന്നാണ് പറഞ്ഞത്. AC റൂം ഉണ്ട്, നോൺ AC ഉണ്ട്, ഡോർമെട്രി ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇവിടുത്തെ 900 കണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നല്ല ഒരു ജീപ്പിൻ്റെ ഓഫ് റോഡൊക്കെ കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് അധികമൊന്നുമില്ല, വെറും 18 കിലോമീറ്റർ മാത്രമാണ് ഇവിടുന്ന് ദൂരമുള്ളത്. ഞങ്ങളവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഏകദേശം 9 കിലോമീറ്ററോളം ഉള്ളോട്ട് നമുക്ക് ജീപ്പിൽ ഓഫ് റോഡിൽ പോകാനുണ്ട് എന്നാണ് കേട്ടോ. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എന്തുകൊണ്ടാണ് 900 കണ്ടിന്ന് ആ സ്ഥലത്തിന് പേര് വന്നത് എന്നുള്ളത്. അപ്പോൾ ഗൂഗിൾ പറയുന്നത് 900 ഏക്കറോളം ഭൂമി അവിടെ ഉള്ളത് കൊണ്ടാണ്, അതിനാണ് 900 കണ്ടി എന്ന് പറയുന്നത് എന്നാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. നമ്മളിങ്ങനെ 900 കണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഞാൻ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിച്ചു. നമ്മൾ പോകുന്ന റോഡിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ട് ഫുള്ള് കൃഷികളാണ്. ഇവിടെ ഈ ലെഫ്റ്റിലൊക്കെ കണ്ടോ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിക്കുരു ഉണ്ടല്ലോ, അതിൻ്റെ കൃഷിയാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്. ഇനി ഏകദേശം 5.5 കിലോമീറ്ററും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 900 കണ്ടി ജീപ്പ് ട്രക്കിങ്ങിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തും കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് ഒരു 4-5 കിലോമീറ്റർ ഫുള്ള് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ കാപ്പിയുടെ കുരുവിൻ്റെ കൃഷിയാണ് കേട്ടോ. ഇവിടെയൊക്കെ കാണുന്നത് അതാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ തേയിലയുടെ കൃഷിയാണ്. നമുക്ക് ഈ ഒരു കാപ്പിയുടെ കൃഷി ഉണ്ടല്ലോ, അത് കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് കേട്ടോ ഈ തേയിലേൻ്റെ കൃഷി കാണാൻ. കാരണം ഇതൊക്കെ നല്ലോണം വെട്ടി വൃത്തിയാക്കി നല്ല ഒരു ഓർഡറിലാണ് ഈ തേയിലയുടെ കൃഷിയൊക്കെ നടത്തുക. ഇതങ്ങനെ നമ്മൾ കുറച്ച് വിഷ്വൽ ബ്യൂട്ടി കണ്ടപ്പോൾ ഇവിടെ വണ്ടി സൈഡാക്കിയതാണ്. വിഷ്വൽ ബ്യൂട്ടി നമ്മുടെ തേയിലത്തോട്ടം. വേറെ ഒരു കൃഷിക്കും കിട്ടാത്തൊരു ഭംഗിയാണ് കേട്ടോ നമ്മുടെ തേയില കൃഷി ചെയ്യുന്ന ഈ ഒരു സ്ഥലങ്ങൾ കാണാനായിട്ട്. കാരണം വെട്ടി വൃത്തിയാക്കിയിട്ട് ഈ ഒരു തേയില ഉണ്ടാവുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. എന്തായാലും നമ്മുടെ ചായത്തോട്ടത്തിൻ്റെ കുറച്ച് സൗന്ദര്യമൊക്കെ നമ്മൾ ആസ്വദിച്ച് ഇവിടുന്ന് നമ്മൾ പുറപ്പെടുകയാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ 900 കണ്ടി പിടിക്കാം. അവിടുന്ന് എന്തായാലും ഓഫ് റോഡൊക്കെ കിട്ടാനുണ്ടല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ മേപ്പാടി എത്തി കേട്ടോ. ഇവിടുന്ന് ഒരു 550 മീറ്ററും കൂടിയാണ് നമ്മുടെ മാപ്പിൽ കാണിക്കുന്നത്. ഇവിടെയൊക്കെ സിറ്റിയാണ്, മേപ്പാടി സിറ്റിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വയനാടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? നമ്മുടെ കേരളത്തിൽ തന്നെ 2 സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് കേട്ടോ നമ്മുടെ വയനാട്. ഗൂഗിളമ്മായി വീണ്ടും ചതിച്ചു. നമ്മുടെ ജീപ്പിന്റെ ഓഫ് റോഡിങ് സ്ഥലം എത്താനായിട്ട് ഇവിടുന്ന് ഏകദേശം 13 കിലോമീറ്ററോളം ഇനിയും ഉണ്ട് കേട്ടോ. ഈ 900 കണ്ടി പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ വയനാട്ടിലെ പോളിടെക്നിക് കോളേജ് കിടക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് 900 കണ്ടിന്റെ പാർക്കിങ്ങിലാണ് കേട്ടോ. ഇവിടേക്ക് ജീപ്പ് വരും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ജീപ്പ് വിളിച്ച് തരും. ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്ററാണ്. ഞാൻ 9 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. 7 കിലോമീറ്ററാണ് കേട്ടോ നമ്മുടെ ഓഫ് റോഡ് വരുന്നത്. ഇവിടെ അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ ജീപ്പ് ഇപ്പം വിളിച്ചിട്ടുണ്ട്. ജീപ്പ് ഇപ്പോൾ വരും നമുക്ക് പോകാനുള്ളത്. 1250 രൂപയാണ് കേട്ടോ നമുക്ക് ജീപ്പിൻ്റെ ചാർജ് വരുന്നത്. ഇപ്പോൾ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്, വെൽക്കം ടു ദി സ്കൈ പാർക്ക് 900 കണ്ടീസ് ലോങ്ങസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ചാർജ് വരുന്നത് പെർ പേഴ്സൺ 250 രൂപയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 500 രൂപ വരും. പിന്നെ പ്ലസ് 1250 ജീപ്പിൻ്റെ ചാർജും കൂടി വരും. ഇപ്പോൾ പോകാനുള്ള ജീപ്പ് വന്നു കേട്ടോ. മഹീന്ദ്രയുടെ താറാണ് വന്നിരിക്കുന്നത്. നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഏകദേശം 7 കിലോമീറ്റർ അല്ലേ ഓഫ് റോഡ് ഉള്ളത്? 7 കിലോമീറ്റർ ഓഫ് റോഡ്. നിങ്ങൾ വരുന്ന മനു അല്ലേ? അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മഹീന്ദ്രയുടെ താറിലാണ് കേട്ടോ. 2012 മോഡൽ. 7 കിലോമീറ്റർ പക്ക ഓഫ് റോഡ് അല്ലേ? അടിപൊളിയായിട്ടുള്ള ഓഫ് റോഡ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. നമുക്ക് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാം. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ജീപ്പ് ഷെയർ ഇട്ടിട്ടും പോവാം. ഷെയർ ഇട്ട് പോകുമ്പോൾ എത്ര വരും? പകുതി അല്ലേ? അപ്പോൾ നമുക്ക് ഷെയർ ഇട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 1250 പകുതിയേ വരുള്ളൂ. പക്ഷേ നമ്മൾ ഷെയർ ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ടേ. അങ്ങനെ നമ്മുടെ ഓഫ് റോഡിങ് ഇവിടെ തൊട്ട് തുടങ്ങുകയാണ് കേട്ടോ. നമ്മളെ പക്ക ഓഫ് റോഡിങ് തുടങ്ങുകയാണ്. പക്ക ഓഫ് റോഡാണ് കേട്ടോ. ശരിക്കും ഇന്നലെ മിസ്സായിട്ടുള്ള ഒരു ഓഫ് റോഡ് നമുക്ക് ഇവിടെ കിട്ടിട്ടോ.
നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്ര മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് അറിയില്ല കേട്ടോ. പക്ക ഓഫ് റോഡാണ്. പിടിച്ചില്ലേ? അവിടെ പിടിച്ചിരിക്കണം കേട്ടോ. പിടിച്ചിരുന്നിട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നത് പക്ക ഓഫ് റോഡിങ് ആണ് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം അത് മനസ്സിലാവേണ്ടെന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം വീഡിയോയിൽ എനിക്ക് തോന്നുന്നത് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല എത്രത്തോളം കയറ്റമുണ്ട്, എത്രത്തോളം ഓഫ് റോഡ് ഉണ്ട് എന്നുള്ളത്. ഈ കാണുന്ന ഈ മോഡലായിരുന്നു കേട്ടോ ഈ വണ്ടി. പിന്നെ ഇതിൻ്റെ ബോഡിയൊക്കെ മാറ്റിയാണ് 2012 മോഡലാട്ടോ വണ്ടി. ഇതൊക്കെ കണ്ടോ ഇത് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാവില്ല. ഇവിടെയൊക്കെ നല്ല ആഴത്തിലുള്ള കുഴികളാണ് കേട്ടോ. അതിലൂടെയാണ് നമ്മൾ ഈ മഹീന്ദ്ര താർ 2012 മോഡൽ വണ്ടി ഓടിച്ചു പോകുന്നത്. വയനാട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ 900 കണ്ടിയിലുള്ള ഓഫ് റോഡിങ് മിസ്സാക്കരുത് കേട്ടോ. ഒരു രക്ഷയില്ല. വീഡിയോയിൽ നിങ്ങൾക്ക് ഓഫ് റോഡ് ആണെന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും ഈ വീഡിയോയുടെ ഷെയ്ക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം അവിടെ ഓഫ് റോഡിങ് ഉണ്ട് എന്നുള്ളത്. വയനാട്ടിൻ്റെ നല്ല ഉൾക്കാടുകളിലൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് ചെല്ലുന്നത്. അതും ഒരു റോഡ് പോലും ഇല്ലാത്ത സ്ഥലത്തിൽ കൂടെ നല്ല പക്ക ഓഫ് റോഡിൽ കിട്ടും. ഇവിടെ ഫോറസ്റ്റ് ഗാർഡിൻ്റെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കാണുന്നതാണ്, ആ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് അവരുടെ ക്വാർട്ടേഴ്സ്. അവിടെ നിന്ന് ആ ജീപ്പ് ഇറങ്ങി വരുന്നത് കണ്ടോ. അതൊക്കെ പഴയ മോഡൽ മഹീന്ദ്രയുടെ ജീപ്പാണ്. അതിൻ്റെയൊക്കെ റേഞ്ച് വേറെ കേട്ടോ. ഇവിടെയൊക്കെ പാറയാണ് കേട്ടോ ആ കാണുന്നത്. ഇപ്പോഴാണ് ശരിക്കും നമുക്ക് വയനാടിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. അവിടെയൊക്കെ നല്ല അടിപൊളി വ്യൂസ് ഉണ്ട് കേട്ടോ. ഇതിലവിടെ പിടിച്ചിരുന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തലയൊക്കെ പോകും. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഗ്ലാസ് ബ്രിഡ്ജ്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്ലിംഗ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ മാത്രമായിരിക്കും കയറുക. ഇവിടെ മുകളിൽ നമ്മൾ വന്ന പോലെ തന്നെ ഓഫ് റോഡൊക്കെ കഴിച്ച് ഒരുപാട് ജീപ്പുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴിയാണ് കേട്ടോ അത്. ഇത്രയും വലിയൊരു കയറ്റത്ത് കൂടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിയും ഓടിച്ച് വന്നത്. ഈ വണ്ടി നമ്മൾ പോകുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈ വണ്ടിയിൽ തന്നെയാണ് കേട്ടോ റിട്ടേൺ പോവുക. ഇവിടുന്ന് നേരെ മുകളിലേക്ക് കയറിയിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരുന്നത്. ഇവിടെയൊക്കെ ചെറിയ മക്കൾക്ക് കളിക്കാനൊക്കെയുള്ള പാർക്ക് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് നല്ലൊരു രീതിക്ക് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ക്രിക്കറ്റിൻ്റെ ഒരു ഗ്രൗണ്ടൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഇവിടെ സൈഡിലും കണ്ടോ, 2 സൈഡിലും ഏലക്കയുടെ കൃഷിയാണ്. 900 കണ്ടിന്ന് പേര് വന്നതെന്നറിയോ? 900 ഏക്കറാണ് നമ്മുടെ ഈ ഒരു ഭൂമി കിടക്കുന്നത്. 900 ഏക്കറിലൊരു ഫോറസ്റ്റിലാണ് 900 കണ്ടി കിടക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ വയനാട്ടിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ് കേട്ടോ. 900 കണ്ടിയിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ്. ഇതാ ഇവിടെ താഴത്ത് ഗ്ലാസ് ആണ്. നമുക്ക് ഗ്ലാസ് ത്രൂ നോക്കുമ്പോൾ താഴത്തേക്ക് ഇങ്ങനെ കാണാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതാ താഴേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്, അത്യാവശ്യം നല്ല രീതിക്ക് എലവേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് കിടക്കുന്നത്. ബ്രിഡ്ജിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ ആണ് കേട്ടോ. റൈറ്റ് സൈഡിൽ നമുക്ക് നല്ല സ്വിറ്റ്സർലൻഡിലൊക്കെ കാണുന്ന രീതിയിലുള്ള താഴ്വാരങ്ങൾ പോലത്തെ മലനിരകളാണ് ഫുള്ള് റൈറ്റ് സൈഡിൽ വരുന്നത്. അതായത് ഈ മലയുടെ മുകളിലൊക്കെ 2 രീതിയിലാണ് ഈ വൃക്ഷങ്ങളൊക്കെ വളർന്നു കിടക്കുന്നത്. അവിടെയൊന്നും മരങ്ങളൊന്നുമില്ല, പക്ഷേ ഫുള്ള് പച്ചപ്പാണ്. പക്ഷേ ഇവിടേക്ക് ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്തായാലും ഇവിടുത്തെ ട്രീ ടോപ്പ് വ്യൂവിലും കൂടി കയറിയിട്ട് മെല്ലെ ഇവിടുന്ന് ഇറങ്ങാം. ഗൈസ് പൈസ മുതലാണ് ഈ ട്രീ ടോപ്പ് വ്യൂ. ഒരു രക്ഷയില്ല. ഇതിൽ നടന്ന് കയറിയിട്ടാട്ടോ ആകെ കുഴങ്ങിയത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വെച്ച് ചെയ്തത്. കണ്ടോ, നമുക്ക് ആ മലയുടെ വ്യൂ ശരിക്കും ഇങ്ങനെ ആസ്വദിച്ച് കയറാൻ പറ്റും. ഇവിടെ മരത്തിനെ തന്നെ മുറിച്ചിട്ടൊരു സീറ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് പൈസ മുടക്കി വന്നത് മുതലായിട്ടുണ്ട് കേട്ടോ. അത് ജീപ്പിൻ്റെ ഓഫ് റോഡ് ആയാലും ഇവിടെ കിടന്ന് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ആയാലും അതുപോലെ തന്നെ ഈ ട്രീ ടോപ്പ് വ്യൂ ആയാലും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ട്രിപ്പാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ഇതാണ് കേട്ടോ നമ്മുടെ ട്രീ വ്യൂ പോയിന്റിലേക്ക് കയറുന്ന വഴി. ശരിക്കും പേടിയും, കാരണം അത് നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഗ്രില്ല് പോലത്തെ സംഭവം, അതുകൊണ്ട് നമുക്ക് തല ചുറ്റുന്നവർക്കൊന്നും കയറാൻ പറ്റില്ല അതെ അല്ലേ.
നമ്മൾ തിരിച്ചിറങ്ങി നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരിക്കാം. വേറൊരു ചെറിയല്ല വലിയ പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീരാനായിട്ടുണ്ട്. 13% മാത്രമാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഇനി എത്രത്തോളം വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. എൻ്റെ സാംസങ്ങിൻ്റെ ഒരു ഫോണും കൂടി ഉണ്ട്, അതിൽ ഞാൻ മാക്സിമം എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. വന്ന വണ്ടിയിൽ തന്നെയാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി വീഡിയോസ് എടുത്തല്ലോ വന്നത്, അതുകൊണ്ട് നമ്മൾ പോകുന്ന വീഡിയോസ് എടുക്കണ്ട. ഇനി താഴത്തെത്തിയിട്ട്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഫോണിൻ്റെ ചാർജ് തീരാനായി, താഴത്തെത്തിയിട്ട് കാണാം. കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. സിപ്പ് ലൈനും അതുപോലെ സൈക്ലിംഗ് ഇല്ലേ, അതൊക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് താല്പര്യമില്ല. നമ്മൾ മെയിനായിട്ട് ഈ ഒരു ജീപ്പിൻ്റെ ഓഫ് റോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. താഴേക്ക് ഇറങ്ങുന്ന കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരുതാ. കണ്ടോ, ഇത്രയും ഇറക്കമാണ്. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും മുതലായിട്ടോ. ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ വയനാട് വരികയാണെന്നുണ്ടെങ്കിൽ 900 കണ്ടി എന്തായാലും വരിക. കാരണം നിങ്ങൾക്ക് മുതലാവും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾക്ക് മുതലാവും. നമ്മൾ നമ്മുടെ ഓഫ് റോഡിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയ ഹോട്ടലൊക്കെ ഉണ്ട്, പക്ഷേ അതിനെടുത്തിട്ടുള്ള ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആപ്പിൾ മാത്രമാണ് കഴിക്കുന്നത്, വേറൊന്നും ഇപ്പോൾ കഴിക്കുന്നില്ല കേട്ടോ. കാരണം അത്രയും ബഡ്ജറ്റ് കുറഞ്ഞ് കിട്ടിയല്ലോ. ഇന്നത്തെ ഡേ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ഓഫ് റോഡൊക്കെ ജീപ്പിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്തത്, ജീപ്പല്ല കേട്ടോ സോറി, താറിൽ നമ്മൾ ഓഫ് റോഡ് ചെയ്തത് എന്തായാലും കിടുക്കിയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വയനാട്ടിലേക്ക് ഞാൻ വന്നത്, അല്ലെങ്കിൽ വയനാട്ടിൽ വരുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു എക്സ്പീരിയൻസിന് തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ മൈസൂരേക്ക് വിടും. എന്നിട്ട് മൈസൂരുള്ള കുറച്ച് ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4:45. ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും മൈസൂർ എത്താം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പരിപാടികളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളിവിടെ കുറച്ച് നേരം എഡിറ്റ് ഒക്കെ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് നേരം വൈകിയത്. എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇവിടെ വയനാട്ടിൽ നിന്ന് നമ്മൾ മൈസൂർ വരെ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോയിൽ എന്തായാലും മുത്തങ്ങ ഫോറസ്റ്റ് എന്തായാലും നമുക്ക് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പം അതൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. നമ്മൾ നേരെ മൈസൂരേക്ക് വിടുകയാണ്. അപ്പം ആ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് അടിക്കും, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.